ഈ കേസ് തന്നെ നോക്കൂ, ഞാൻ ഫ്രണ്ട് പേജിൽ അതിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിന്റെ അനുമതി ചോദിച്ചില്ല എന്ന് പറഞ്ഞൊരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക. ദൈവത്തിന്റെ അനുമതി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന അതേ വാചകങ്ങളാണ്. ഞാൻ ഇനിയും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ടി വിയിൽ നിന്നായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് കാണുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പിയുടെ ഒറിജിനലും ആ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും അതിന്റെ സാധാരണ മലയാളവുമാണ്. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം, പ്രത്യേകിച്ച് നിങ്ങൾ അറിയാനാണ്. ദേവന്റെ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡീറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ദേവന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക നടപടിക്രമങ്ങൾ പാലിച്ചില്ല. SIT-കാരെ അയ്യപ്പ മൊഴി കൊടുത്തു, ദൈവത്തിന് അനുമതി കിട്ടിയില്ല. പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അയ്യപ്പന്റെ അനുമതി കിട്ടിയില്ല എന്ന് SIT-കാർക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പൻ മൊഴി കൊടുത്തു. അതായത് അയ്യപ്പനും അവിടുത്തെ തന്ത്രിയും അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലെ മൂർത്തിയും അവിടുത്തെ പുരോഹിതനും അല്ലെങ്കിൽ പ്രീസ്റ്റോ തന്ത്രിയും തമ്മിലുള്ള ധ്യാനത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ അയ്യപ്പന് ഇമെയിൽ അയക്കുകയല്ല ചെയ്യുന്നത്. പകരം ദേവന്റെ അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയാനുള്ള ഏക അധികാരമുള്ള ആള് തന്ത്രിയാണ്. അപ്പം ദേവന്റെ അനുജ്ഞ എന്ന് പറഞ്ഞ അനുമതി എടുത്താൽ മതി, അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടിക്രമങ്ങൾ പാലിക്കാതെയും പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് അറിവുള്ള, അതായത് ആര് പുറപ്പെടുവിച്ചിട്ടുള്ളത്? ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന അറിവുള്ള രാജീവ് തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ആചാര കാര്യങ്ങളിലെ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി അപ്രകാരം പ്രവർത്തിച്ചില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മുതലുകൾ കൈമാറുന്നത് തടയാൻ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തി. അതായത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി പാലിച്ചു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുത്തുവിടുന്ന തടഞ്ഞില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവിട്ടാൽ തന്ത്രിക്ക് എതിര് പറയാൻ പറ്റൂ? യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലും എഴുതി തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കേസിന്റെ മെറിറ്റിലേക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, എല്ലാ അമ്പലങ്ങളിലും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാ അമ്പലങ്ങളിലും രണ്ട് തരത്തിലാണ് അതിന്റെ അധികാര ഘടന. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണപരിധിയാണ്. ആത്മീയ കാര്യങ്ങൾ, ആചാര കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എനിക്കങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ 2026 ഇലക്ഷന് വേണ്ടി ഒരു ഇലക്ഷൻ പ്രതിരോധ ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത്. അതായത് CPM-നെതിരെ വരുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോട് ബന്ധപ്പെട്ടവർക്കെതിരെ വരുന്ന വാദങ്ങളെ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ ശ്രദ്ധ തിരിക്കാനും തന്ത്രിയെ ബലിയാടാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനും തന്ത്രിയെ ബലിയാടാക്കി ശ്രദ്ധ മാറ്റാനും ഉള്ളൊരു ശ്രമമല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട് ഹൈക്കോടതിയുടെ. ഒന്നിൽ പോലും തന്ത്രിയെക്കുറിച്ച് നെഗറ്റീവായി പരാമർശിച്ചിട്ടില്ല. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഈ കേസിലെ പരാതിക്കാരൻ ഹൈക്കോടതിയാണല്ലോ. ജസ്റ്റിസ് രാജ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും സ്വമേധയാ എടുത്ത കേസാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ കേസിലെ പരാതിക്കാരൻ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ ഹൈക്കോടതി മുമ്പോട്ട് വെച്ച കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒരു ഇടക്കാല വിധിന്യായത്തിൽ നമ്പർ ഇട്ട് അക്കമിട്ട് ഈ 9 കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. നമ്മളെല്ലാം വളരെ ആവേശത്തോടെ കണ്ടതാണ്, അഭിമാനത്തോടെ കണ്ടതാണ്. നമ്മുടെ ഹൈക്കോടതി ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയെ എക്സ്പോസ് ചെയ്യാൻ എടുക്കുന്ന മഹത്തരമായ ശ്രമങ്ങൾ. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിലെങ്കിലും ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരെ കുറിച്ച് നെഗറ്റീവ് പരാമർശമുണ്ടോ? അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വേട്ടയാടുന്ന എന്തിനാണ്? ഭരണപരമായൊരു വീഴ്ച, അഡ്മിനിസ്ട്രേറ്റീവ് ആയൊരു വീഴ്ച ഉണ്ടായതിന് തന്ത്രിയെ എന്തിനാണ് പറയുന്നത്? ഇനി ഒരു കാര്യം കൂടെ ആദ്യമേ പറയാൻ വ്യക്തമാക്കുന്നു. തന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ബന്ധു ആയതുകൊണ്ടോ പരിചയക്കാരനായതുകൊണ്ടോ അല്ല ഇത് പറയുന്നത്. ഞാനും കണ്ഠര് രാജീവരവറുകളും പരസ്യമായി പല കാര്യങ്ങളിലും വിയോജിച്ചിട്ടുണ്ട്. അതിശക്തമായി പൊതുമാധ്യമങ്ങളിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ശബരിമല പ്രക്ഷോഭ കാലത്ത് 2018 എന്റെ മുത്തശ്ശിയാണ് ആദ്യമായി അറസ്റ്റിലായത്. എന്നെ അതിരൂക്ഷമായി എന്ന് കണ്ഠര് രാജീവർ വിമർശിച്ചിരുന്നു. ഈ അന്തർജനത്തെ അല്ലെങ്കിൽ ഈ പ്രായമായ സ്ത്രീയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി അറസ്റ്റ് ഒന്നും വേണ്ട എന്ന് വിമർശിച്ചിരുന്നു. ഞാനും തിരിച്ച് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലല്ല. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലും സുപ്രീം കോടതിയിലടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇടപെട്ട വ്യക്തി എന്ന രീതിയിലുമാണ് പറയുന്നത്. അയ്യപ്പ ധർമ്മസേനയുടെയും അയ്യപ്പ വിശ്വാസികളുടെയും ഭാഗത്തു നിന്നാണ് പറയുന്നത്. കണ്ഠര് രാജീവറിന്റെ തെറ്റെന്താ? ആദ്യം പല ആൾക്കാരും പല നിറം പിടിപ്പിച്ച കഥകളും പറയുകയുണ്ടായി. പിന്നീട് ഈ മാധ്യമങ്ങളിലും കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് ഇത് ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് തോന്നിയോ?
തികച്ചും ദുർബലവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞൊരു റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ?